ഹലോ ഓൾ എല്ലാവർക്കും GK വെൽ ഡൺ PSയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 2022 ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ നെക്സ്റ്റ് തേർഡ് സീരീസ് ആണ്. അതായത് ജൂൺ 15 മുതൽ 21 തീയതി വരെയുള്ള പത്രവാർത്തയിൽ നിന്നും തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട വാർത്തകളാണ് കറണ്ട് അഫയേഴ്സ് രൂപത്തിൽ ഇന്ന് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും നോട്ടിലൊക്കെ എഴുതി വയ്ക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകൾ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ടിലൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ജൂൺ 15, 2022 വാർത്തകളാണ്. സൈന്യത്തില് കരാർ നിയമനം, അതായത് നമുക്കറിയാം അഗ്നിപഥുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അഗ്നിപഥ് എന്ന് പറയുന്നത് ഒരു 4 വർഷത്തെ കരാർ നിയമത്തിൽ സൈന്യത്തിലേക്ക് ഉദ്യോഗാർത്ഥികൾ എടുക്കുന്നതാണ്. 17 വയസ്സ് മുതൽ 21.5 വയസ്സ് വരെയാണ് ആ കുട്ടികൾക്ക് അത് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ യുവാക്കൾക്ക് കരാർ അടിസ്ഥാനത്തിൽ 4 വർഷം സൈന്യത്തിൽ സേവനം ചെയ്യാൻ അവസരം നൽകുന്ന പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? അഗ്നിപഥാണ്. ഓക്കെ, ഇനി നോക്കാം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വകാര്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെ നിന്നാണ്? കോയമ്പത്തൂർ ഷിർദിയാണ് കേട്ടോ. ഇത് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വകാര്യ ട്രെയിനിന് ആരംഭം തുടങ്ങി. ഓക്കെ, അപ്പോൾ നമ്മളുടെ റെയിൽവേയുടെ ഭാരത് ഗൗരവ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഏതാണ്? റെയിൽവേയുടെ ഭാരത് ഗൗരവ് ട്രെയിൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കോയമ്പത്തൂർ ഷിർദി രാജ്യത്തിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. നമുക്ക് നോക്കാം. പ്രിൻസ് സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര ജല പുരസ്കാരം നേടി. അപ്പോൾ നോക്കിക്കേ, ഇത് നേടിയതാരാണ്? തളപ്പിൽ പ്രദീപാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക കേട്ടോ. ഇനി നമ്മളുടെ നീരജ് ചോപ്ര, നമുക്കറിയാം നീരജ് ചോപ്ര ദേശീയ റെക്കോർഡ് തിരുത്തി. ജാവലിൻ ത്രോയിലെ ദേശീയ റെക്കോർഡ് തിരുത്തിയത് നീരജ് ചോപ്രയാണ്. ഇത്തവണ കൂടി നീരജ് ചോപ്രയെ കുറിച്ച് PSCയിലെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാം. നമ്മളുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്റർനെറ്റ് എക്സ്പ്ലോററെ കുറിച്ച്, അല്ലേ? അപ്പോൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പ്രവർത്തനം അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നോക്കിക്കേ, എന്നാണ്? 2022 ജൂൺ 15 ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പ്രവർത്തനം അവസാനിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം, അതായത് ഇത് എപ്പോഴും PSCയുടെ ചോദ്യം തന്നെയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് രണ്ടും പ്രീവിയസ് ആണ്. അതായത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പുറത്തിറക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1995 ആണ്. ഇനി അത് ആ പ്രവർത്തനം അവസാനിപ്പിച്ചത് എപ്പോഴാണ്? 2022 മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് 1985. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മളുടെ അടുത്തത് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് പ്രിയങ്ക് കനുങ്ക. നമുക്കറിയാം ജൂൺ 15 പ്രത്യേകത എന്താണ്? ആഗോള കാറ്റ് ദിനമാണ്, അല്ലെ? ആഗോള കാറ്റ് ദിനമാണ്. അപ്പം പൂർണ്ണമായും മലേറിയ മുക്തമായ ഗൾഫ് മേഖലയിലെ ആദ്യത്തെ രാജ്യം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UAE ആണെന്ന് അറിഞ്ഞിരിക്കുക. UAE. ഇനി 16 തീയതിയിലെ വാർത്ത നമുക്ക് നോക്കാം. നമ്മളുടെ പ്രശസ്ത തകിൽ വിദ്വാൻ കരുണാമൂർത്തി അന്തരിച്ചു. നമുക്കിനി ചോദ്യം ഇങ്ങനെ വരാം, അതായത് നമ്മളുടെ കരുണാമൂർത്തി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? അദ്ദേഹം ഏതാണ്? നമുക്കറിയാം തകിൽ വിദ്വാനാണ് കേട്ടോ. തകിൽ വിദ്വാൻ, വിദേശികളെ വിസ്മയം തീർത്തിച്ച കലാമൂർത്തിയാണ്. കലാമൂർത്തി അന്തരിക്കുക ഉണ്ടായി. അദ്ദേഹത്തിന്റെ തകിൽ വിദ്വാനാണെന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഇനി 3ാം ലോക കേരള സഭ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ഇനി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനാകുന്ന ഇന്ത്യൻ വംശജ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ആരതി പ്രഭാകർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ വംശജ ആരതി പ്രഭാകറാണ് ബൈഡന്റെ ശാസ്ത്ര ഉപദേഷ്ടാവാകുന്നത്. ഇനി ഉമാ തോമസ് നിയമസഭാ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി 15ാം നിയമസഭയിലെ വനിതകളുടെ എണ്ണം എത്രയായി? 12 മാറുകയുണ്ടായി. ഓക്കെ, ഇനി നോക്കാം. I-22 പ്രഥമ വെർച്വൽ ഉച്ചകോടി അടുത്ത മാസം നമ്മളുടെ ഇന്ത്യ, ഇസ്രായേൽ, UAE, US. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചോ കേട്ടോ, ഏതൊക്കെ രാജ്യങ്ങളാണുള്ളത്. ഇനി നോക്കാം. നമ്മളുടെ അടുത്ത് നോക്കിക്കേ, പാവോ നൂർമി ഗെയിംസിൽ ദേശീയ റെക്കോർഡോടെ നീരജ് ചോപ്രയ്ക്ക് വെള്ളി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു 89.30 മീറ്റർ ദൂരമാണ് നീരജ് ചോപ്ര എറിഞ്ഞത്. പാവോ നൂർമി ഗെയിംസിലെ ദേശീയ റെക്കോർഡ് ഇടിച്ചത് നീരജ് ചോപ്രയാണ്. നോക്കാം. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനത്തിലെ ആദ്യത്തെ ജൈവ പാർക്ക് നിർമ്മിച്ചത് എവിടെയാണ്? വണ്ടൂര്. ഇനി അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോണം. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനത്തിലെ ആദ്യത്തെ ജൈവ പാർക്ക് വണ്ടൂരാണ് നിർമ്മിച്ചത്. ഇനി US ആസ്ഥാനമാക്കിയ സ്റ്റാർട്ട് ജീനോം തയ്യാറാക്കിയ ഗ്ലോബൽ സ്റ്റാർട്ടപ്പിലെ ഇക്കോസിസ്റ്റം റിപ്പോർട്ടിലെ
അഫോർഡബിൾ ടാലന്റ് വിഭാഗത്തിൽ ഏഷ്യയിലെ 1-ാം സ്ഥാനം കിട്ടിയത് കേരളത്തിനാണ്. ദെൻ 2022 ഒക്ടോബർ 17 അണ്ടർ 17 വനിതാ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ഇന്ത്യയാണ്. അപ്പോൾ ഫൈനലിൽ വേദിയാവുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. 16 ടീമുകളാണ് അതിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോയമ്പത്തൂർ ഷിർദി ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ സർവീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്ന കാര്യമാണ്. സംസ്ഥാനത്തെ 9 സമുദായങ്ങളെ കൂടി OBC പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ട് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അപ്പോൾ സംസ്ഥാനത്തെ എത്ര സമുദായങ്ങളെയാണ് OBC പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ട് അടുത്തയിടെയായിട്ട് നമ്മളുടെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിരിക്കണം. എത്രയാണ്? 9. ഇനി നോക്കാം. ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ആയിക്കൊണ്ടിരിക്കുകയാണ്, അടുത്തുകൊണ്ടിരിക്കുകയാണ്. 32 ടീമുകളാണുള്ളത്. അപ്പോൾ ഏഷ്യയിൽ നിന്ന് ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയത് 6 ടീമുകളാണ്. ഇനി മത്സര ക്ഷമതാ സൂചികയിൽ ഇന്ത്യക്ക് എത്രയാണ്? 37 ആണ് കേട്ടോ റാങ്ക് വന്നിരിക്കുന്നത്. ഇനി നോക്കിക്കേ, നമ്മൾ അഗ്നിപഥിനെ കുറിച്ച് പറഞ്ഞ കാര്യം തന്നെയാണ്. തെലങ്കാന രാഷ്ട്രീയ സമിതി പാർട്ടിയുടെ പേര് മാറ്റി എന്താക്കി? ഭാരതീയ രാഷ്ട്രീയ സമിതി എന്നാക്കി. എന്താണ്? ഭാരതീയ രാഷ്ട്രീയ സമിതി. ഇനി 2022 22nd കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്നത് ബെർമിംഗ്ഹാം ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് ബെർമിംഗ്ഹാം. ഇനി നോക്കിക്കേ, പ്രശസ്ത ഉറുദു പണ്ഡിതനും കേന്ദ്ര സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഗോപി ചന്ദ്രാങ് അന്തരിച്ചു. അപ്പോൾ ഇദ്ദേഹം ഉറുദു പണ്ഡിതനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് പ്രൊഫസർ ഗോപി ചന്ദ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ചിലപ്പോൾ, അതായത് അടുത്തിടെ അന്തരിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ആരാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചോദ്യം വരാം കേട്ടോ. ഇനി നോക്കിക്കേ, US പ്രതിരോധ വകുപ്പില് ഡെപ്യൂട്ടി അണ്ടർ സെക്രട്ടറി ആയി നിയമിതനായ ഇന്ത്യൻ വംശജയാണ് രാധ അയ്യർ. ആരാണ്? രാധ അയ്യർ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. രാജ്യത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രി എവിടെയാണ് സ്ഥാപിച്ചത്? ഫരീദാബാദില്, ഹരിയാനയിലെ ഫരീദാബാദിലാണ്. രാജ്യത്തിലെ ആദ്യത്തെ ഉരുക്ക് കൊണ്ടുള്ള റോഡ് നിർമ്മിതമായത് എവിടെയാണ്? സൂറത്ത്, ഗുജറാത്തിലെ. ഇന്ത്യയിലെ ആദ്യത്തെ ഉരുക്ക് റോഡ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? സൂറത്തിലെ, ഗുജറാത്തിലാണ്. ഇനി ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന ആത്മകഥ രചിച്ചത് ആരാണ്? ജോമോൻ പുത്തൻപുരയ്ക്കൽ. ആരാണ്? ജോമോൻ പുത്തൻപുരയ്ക്കലാണ്. ഇനി സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് പുനർവ പദ്ധതി ആരംഭിച്ച സർവകലാശാല ഏതാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇത് നോക്കിക്കോണേ. കെ ജയരാജാണ് വൈസ് ചാൻസലർ. സേവനങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് പുനർവ പദ്ധതി ആരംഭിച്ചത് ഏത് സർവകലാശാലയാണ്? കാലിക്കറ്റ് സർവകലാശാല. ഓക്കെ, ഇനി ICC എലൈറ്റ് പാനലിൽ വീണ്ടും നിതിൻ മേനോൻ ഏക ഇന്ത്യക്കാരനാണ് കേട്ടോ. ഇനി നോക്കാം. അടുത്തത് ചൈനയുടെ 3-ാം വിമാനവാഹിനി കപ്പലായി ഫൂജിയാൻ. അപ്പം ചൈനയുടെ 3-ാം വിമാനവാഹിനി കപ്പലാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ ചോദിക്കാം ഏത് രാജ്യത്തിന്റെ വിമാനവാഹിനി കപ്പലാണ് ഫൂജിയാൻ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഏതാണ്? ചൈനയുടേതാണ്. ഇനി 14ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബെയ്ജിംഗ് ആണ്. എവിടെയാണ്? ശ്രദ്ധിച്ചാണ്, ബീജിംഗ് ആണ് കേട്ടോ. ഇനി 2022 ജൂൺ റിപ്പോർട്ട് പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയത് ബ്രസീലാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 106. ഇന്ത്യയുടെ സ്ഥാനം 106. ലോകത്തെ പ്രമുഖ കളിക്കാരെ കുറിച്ച് ഫിഫ തയ്യാറാക്കുന്ന പരമ്പരയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചത് സുനിൽ ഛേത്രിയാണ്. ആരാണ്? സുനിൽ ഛേത്രി. ഇനി നിലവിലെ അന്താരാഷ്ട്ര ഫുട്ബോളറിൽ ഗോൾ സ്കോറർമാരിൽ 5-ാം സ്ഥാനത്താണ് സുനിൽ ഛേത്രി വന്നിരിക്കുന്നത്. നോക്കാം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാവുന്നത് അമേരിക്ക, കാനഡ, മെക്സിക്കോ. അപ്പോൾ 2020 ലോകകപ്പ് 16 നഗരങ്ങളിലായിട്ടായിരിക്കും നടക്കുന്നത്. അമേരിക്ക, കാനഡ ആൻഡ് മെക്സിക്കോ. UXലും അതുപോലെ തന്നെ മെക്സിക്കോയിലും നമ്മളുടെ കാനഡയിലും ഈ രാജ്യങ്ങളിൽ ഓരോ നഗരങ്ങൾ വെച്ചിട്ടാണിത് നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ 18-ാം തീയതിയിലെ വാർത്തയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കാം. മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫി നേടിയത് ഏതാണ്? തൃശ്ശൂരിലെ കൊരട്ടി സ്റ്റേഷനാണ്. എവിടെയാണ്? തൃശ്ശൂരിലെ കൊരട്ടി സ്റ്റേഷനാണ്. ഓക്കെ, ദൈവത്തിന്റെ സ്വന്തം വക്കീൽ എന്ന ആത്മകഥ രചിച്ചത് ജോമോൻ പുത്തൻപുരയ്ക്കൽ. നമ്മൾ വായിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പുത്തൻപുരയ്ക്കലിന്റെ പുസ്തക പ്രകാശനം ചെയ്തൊരു കാര്യം വാർത്തയിൽ വന്നതുകൊണ്ടാണ് അത് നമ്മളവിടെ എടുത്തിട്ടുള്ളത്. ഇനി നോക്കാം. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് 496 നേടിയത് ഇംഗ്ലണ്ടാണ്. നെതർലൻഡിനെയാണ് റെക്കോർഡ് ഇവർ കൈവരിച്ചിട്ടുള്ളത്. ഇനി നോക്കാം. അടുത്തത് ജൂൺ 19
നമുക്കറിയാം ജൂൺ 19 പ്രത്യേകത എന്താണ്? വായനാ ദിനമാണ് അല്ലെ? ജൂൺ 19 എന്താണ്? വായനാ ദിനമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാരായണ പണിക്കരുടെ ചരമദിനമാണ്. 1996 മുതലാണ് നമ്മൾ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം ലോക സിക്കിൾ സെൽ ദിനം ജൂൺ 19 അപ്പോൾ നോക്കിക്കേ, ലോക സിക്കിൾ സെൽ ദിനം ഏതാണ്? അതും ജൂൺ 19 തന്നെയാണെന്ന് ഓർത്തു വെക്കണം. ചരിത്ര നിർമ്മിതികളുടെയും സ്മാരകങ്ങളുടെയും പ്രധാന സമിതിയായ ഹിസ്റ്ററിക് ഇംഗ്ലണ്ട് കമ്മീഷനായി നിയമിതനായ ഇന്ത്യൻ വംശജയാണ് നൈരിത ചക്രബർത്തി. ആരാണ്? നൈരിത ചക്രബർത്തി. ഗുജറാത്തിലെ നവീകരിച്ച പാവ്ഗഡ് ക്ഷേത്രം പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇനി നോക്കാം, ഫിൻലാൻഡിൽ നടന്ന കുവർട്ടൺ ഗെയിംസിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം ലഭിക്കേണ്ടത്. ഫിൻലാൻഡിൽ നടന്ന കുവർട്ടൺ ഗെയിംസിൽ കേട്ടോ. അപ്പം അടുത്ത് നോക്കാം, ജൂൺ 19 അടുത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. 2026 ഫുട്ബോൾ നമ്മൾ പറഞ്ഞാണ് ഓൾറെഡി. അമേരിക്ക, കാനഡ, മെക്സിക്കോ ആവുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ അധ്യക്ഷയായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. അപ്പോൾ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ അധ്യക്ഷയായിട്ട് നിയമിതനാകുന്നത്. നോക്കാം, ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പ് ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് നടക്കുന്നത്. ഇനി നമുക്ക് നോക്കാം 20-ാം തീയതിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെ കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. 44ാമത്തെ ചെസ് ഒളിമ്പ്യാഡ് ദീപശിഖ പ്രയാണം പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. എവിടെയാണ് 44ാമത് ചെസ് ഒളിമ്പ്യാഡ് വേദിയായത്? ചെന്നൈ ആണ്. ഓക്കെ, ഇന്ത്യയുടെ കായിക മന്ത്രി ആരെന്നുള്ള ചോദ്യം കൂടി പഠിച്ചു വെക്കാം. നമുക്ക് ചിലപ്പോൾ ചോദ്യം വരാം. അനുരാഗ് ഠാക്കൂർ ആണ്. ഇനി യുക്രൈനിലെ സൈനിക നടപടി വർഷങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് നാറ്റോ. അപ്പോൾ നാറ്റോ സഖ്യത്തിൻ്റെ നമ്മളുടെ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറിയാണ് ജനറൽ ജെൻസ് സ്റ്റോൾബട്ടൻസ്. അപ്പോൾ സ്റ്റോൾട്ടൻബർഗ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്ത്യയുടെ കരസേന മേധാവിയാണ് മനോജ് സി പാണ്ഡെ. ഇത് നോക്കി വെച്ചാണ് നമുക്ക് ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നാവികസേന മേധാവി ആർ ഹരികുമാർ, വ്യോമസേന മേധാവി വി ആർ ചൗധരി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓക്കെ, ഇനി നോക്കിക്കേ, ദ സോക്രട്ടീസ് വേൾഡ് എയർപോർട്ട് അവാർഡിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി എയർപോർട്ട്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ദിരാഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും ചൂടേറിയ ലോകമായിട്ട് ഇറാഖ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി UK ചരിത്ര നിർമ്മിതികളുടെയും സ്മാരകങ്ങളുടെയും പ്രധാന സമിതിയായ ഹിസ്റ്ററിക് ഇംഗ്ലണ്ട് കമ്മീഷണറായി നിയമിതനായ ഇന്ത്യൻ വംശജയാണ് നൈരിത ചക്രബർത്തി. നമ്മൾ വായിച്ച കാര്യം തന്നെ. ഇനി മൂക്കിലൂടെ നൽകാവുന്ന വാക്സിൻ പരീക്ഷണം വിജയമെന്ന് ഭാരത് ബയോടെക്. അപ്പോൾ ഭാരത് ബയോടെക് ആണ് കേട്ടോ മൂക്കിലൂടെ നൽകാവുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. ഇനി നമുക്ക് നോക്കുകയാണ്, നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് 2022 ജൂൺ 20-ലെയും 21-ലെയും പ്രധാന വാർത്തകൾ ഒരുമിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ നോക്കിക്കേ, വൈക്കം മുഹമ്മദ് ബഷീറിന് ബേപ്പൂരിൽ സ്മാരക സമുച്ചയം ഒരുങ്ങുന്നത്. ബേപ്പൂരിൽ സ്മാരക സമുച്ചയം ഒരുങ്ങുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്. ദെൻ ജൂൺ 21 എന്താണ്? ലോക സംഗീത ദിനമാണ്. ലോക സംഗീത ദിനം. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ്. ഇത് പലവട്ടം ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ, മെഡിസെപ്പ്. കൊളംബിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് ഗുസ്താവോ പെട്രോ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കാനഡയിലെ ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിഷീധോ ആണ്. കേരള സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ കാഴ്ചപ്പാടിൽ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച ആദ്യത്തെ സിനിമയാണ് നിഷീധോ. ഓക്കെ, ഇനി അടുത്തത് ജൂൺ 21 നമുക്കറിയാം എന്താണ്? യോഗാ ദിനമാണ് അല്ലേ? എന്തായിരുന്നു അതിൻ്റെ തീം? യോഗ മനുഷ്യരാശിക്ക് വേണ്ടി. അപ്പോൾ യോഗ മനുഷ്യരാശിക്ക് വേണ്ടി എന്നുള്ളതായിരുന്നു 2021 ജൂൺ 21 യോഗാ ദിനത്തിൻ്റെ പ്രധാന തീം. ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രീ കിരീടം നേടിയത് മാക്സ് വെസ്റ്റപ്പൻ. പിന്നെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സുവർണ ജൂബിലിയാണ്. എക്സ്ചേഞ്ച് പദ്ധതിക്ക് ആദ്യഘട്ട പരിസ്ഥിതി അനുമതി നൽകിയിട്ടുണ്ടായി. അപ്പോൾ ഇത് നമുക്ക് ചോദിക്കാം, ഏത് ജലവൈദ്യുത പദ്ധതിയുടെ സുവർണ ജൂബിലിയാണ് അടുത്തിടെ ആഘോഷിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടേതാണ്. പിന്നെ എപ്പോഴും PSC ചോദിക്കുന്ന 2 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. 2400 അടിയാണ്, 403 അടിയാണ് ഇടുക്കി ഡാമിൻ്റെ പരമാവധി സംഭരണശേഷി. അതുപോലെ തന്നെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത ഉൽപ്പാദന ശേഷി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 780 മെഗാവാട്ട് ആണ്.
ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നമ്മൾ ഒരുമിച്ച് ചെയ്യുകയാണ്. അതായത് 22 മുതൽ ജൂൺ 30 വരെയുള്ള വാർത്തകൾ അടുത്ത ഒരു വീഡിയോയോട് കൂടിയിട്ട് നമ്മളുടെ 4 സീരീസിൽ ജൂണിൻ്റെ ഫുള്ളായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് തീരുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യണം. ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതിനുശേഷം ഓരോ ആഴ്ചയിലെയും, അതായത് ഇനിയിപ്പോൾ ജൂലൈ മാസത്തിലെ ഓരോ ആഴ്ചയിലും കറണ്ട് അഫയേഴ്സ്, അതായത് വാർത്തകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.